അമ്മ പറഞ്ഞില്ലേ എന്റെ അമ്മ വാങ്ങിക്കുന്ന എന്താ പറഞ്ഞത്? എന്റെ അമ്മ വാങ്ങിക്കും. നീ വാങ്ങിച്ചോ, നീ എന്റെ അമ്മ വാങ്ങിക്കും. എന്താ പുറകെ ഇരിക്കണെന്ന് നോക്ക്. അത് തന്നെ എനിക്കറിയാം. എന്റെ മക്കളെ എനിക്ക് നല്ല സാരി ചെന്നൈ പോയത് അച്ഛന്റെ കണ്ടു കാണിക്കാനൊന്നുമല്ല, അമ്മയ്ക്ക് സാരി ഉണ്ട്. ഞാൻ പേഴ്സണലി ഉടുത്ത് നോക്കി വാങ്ങിച്ചു. തുറന്ന് നോക്കി എങ്ങനെയുണ്ട്. സോ ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. കെ ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കെ ഫാമിലി എഗെയിൻ വീണ്ടും എയറിലേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്രാവശ്യം കെ ഫാമിലി എയറിൽ കയറ്റിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശ്വാസത്തോടെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും, നമ്മുടെ സ്വന്തം അഹാന കൃഷ്ണ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ കെ ഫാമിലി എയറിൽ കയറ്റിയിട്ടുള്ള ഒരാളും അഹാന കൃഷ്ണ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അഹാന കൃഷ്ണ കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുള്ളൂ. അതായത് കെ ഫാമിലി എയറിൽ കയറണമെങ്കിൽ അഹാന കൃഷ്ണ തന്നെ വിചാരിക്കണമെന്ന് നമ്മൾ അഹാന കൃഷ്ണ തന്നെ ഈ ഒരു സമയം കൊണ്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു സാരി കച്ചവടത്തിനെ തുറന്നിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബിൽ കൂടെ നിരവധി പ്രാവശ്യം ഇവരെല്ലാം ഏറി പോയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്റർവ്യൂ വഴിയും ഇവർ ഏറി പോയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല സാരി കച്ചവടം തുറന്നിട്ട് ഇവർ ഏറി പോകുന്നത്. മുമ്പ് ഒരു സമയത്ത് നമ്മുടെ അഹാന കൃഷ്ണ തന്നെ സാരിക്ക് വില കൂട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞ് ഏറിൽ പോയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ആര്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരിയുടെ സാരി, കാഞ്ചീപുരം സാരിയെ തുറന്നിട്ടുള്ളൊരു വിവാദമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയ മുഴുവൻ കത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം സൈഡിൽ കാണാൻ സാധിക്കും നമ്മൾ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഷോപ്പിൽ നിന്ന് വന്നിട്ടുള്ള സാരിയുടെ റേറ്റ് 9500 രൂപയാണ് കാഞ്ചീപുരം സാരിയുടെ വില വരുന്നത്. ഇതേ സാരി തന്നെ ഇപ്പുറത്ത് നമ്മുടെ കെ ഫാമിലിയിലെ നമ്മൾ അഹാന കൃഷ്ണ ഇട്ടപ്പോൾ അതിന് 14,999 രൂപയായി മാറിയിരിക്കുകയാണ്. ഏകദേശം 5000 രൂപയ്ക്ക് മുകളിലാണ് വില വ്യത്യാസം വന്നിരിക്കുന്നത്. അതോ ഇനി അഹാന കൃഷ്ണ വിൽക്കുന്നത് കൊണ്ട് മാത്രമാണോ? അതായത് സെലിബ്രിറ്റി കുടുംബം വലിയ സെലിബ്രിറ്റി കുടുംബം ആയതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ എന്ത് വിറ്റ് കഴിഞ്ഞാലും അതിന് റേറ്റ് കൂടും എന്നുള്ളത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ അടുത്തൊരു സാരിയാണ്. ഇപ്പം നിരവധി കമൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്, ഓണത്തിന് സ്പെഷ്യലായിട്ട് ഇറക്കിയതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിടുന്നത് അതായത് അമ്മച്ചിമാരൊക്കെ കുർബാനയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന സാരി എന്നൊക്കെയാണ്. ഒരിക്കലും നമുക്ക് അതൊന്നും പറയാൻ ഒക്കത്തില്ല. ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റിയും സംഭവങ്ങളും വരും. പ്രത്യേകിച്ച് കാണാൻ ലുക്കൊന്നും വരണമെന്നില്ല, ഇതിനനുസരിച്ച് വില കൂടുക തന്നെ ചെയ്യും. ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ അഹാന കൃഷ്ണയാണെങ്കിൽ ഒരു സാരി വിൽക്കുന്നുണ്ട്. ആ ഒരു സാരിയുടെ പേര് രുക്മിണി എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉടുത്തോണ്ട് പോകുന്നേരം മറ്റുള്ളവർ പറയും നോക്കടി ഇതുകൊണ്ട് നമ്മൾ രുക്മിണി സാരി ഉടുത്തുകൊണ്ട് പോകുന്നെന്ന്. ഇനിയിപ്പോൾ പേരിടിൽ ചടങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ടാണോ ഈ റേറ്റൊക്കെ കൂട്ടിക്കൊടുത്തേ? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ അഹാന കൃഷ്ണ ആര് കൊടുത്തിരിക്കുന്ന രുക്മിണി എന്ന് പറഞ്ഞിട്ടുള്ള ആ സാരിയുടെ റേറ്റ് 7499 രൂപയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ സാരി തന്നെ സാരി സ്റ്റോറി ബൈ മിഥില എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി അപ്പുറത്തെ സൈഡിൽ വിൽക്കുകയാണ്. ക്വാളിറ്റിക്കൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ആ വീഡിയോ ഒക്കെ ഞാൻ പ്ലേ ചെയ്യാം. ആ ഒരു സാരിക്ക് കൊടുത്തിട്ടുള്ള റേറ്റ് 4800 രൂപയാണ്. അപ്പോൾ വ്യത്യാസം വരുന്നത് നോക്കിക്കോണം. മിഥില എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കൊടുത്തത് 4800 രൂപയ്ക്കാണെങ്കിൽ അഹാന കൃഷ്ണ കൊടുത്തിട്ടുള്ളത് 7499 രൂപയ്ക്കാണ്. എത്ര രൂപ വില വ്യത്യാസം വരുന്നുണ്ട്? ഇനി ഇതിനകത്ത് ക്വാളിറ്റിക്ക് വല്ല കുഴപ്പമുണ്ടോ? ആദ്യം നോക്കാം മിഥില ചേച്ചിയുടെ സാരിയുടെ വീഡിയോ ഒന്ന് കാണാൻ നോക്കിക്കോ. ഓക്കെ, സാരി കണ്ടല്ലേ, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ സാരി നമുക്ക് ഇനി ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ അതിനകത്ത് ആവശ്യമുണ്ട്. ഇതേ സാരി തന്നെ നമ്മുടെ അഹാന കൃഷ്ണ കെ ഫാമിലിയിലെ മകളായിട്ടുള്ള അഹാന കൃഷ്ണ കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് മാറിയത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ആ വീഡിയോ കണ്ടു നോക്കി. ഈ സാരി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ആ വീഡിയോ കാണാവൂ. അതായത് ക്വാളിറ്റി നിങ്ങളത് ചെക്ക് ചെയ്തോണം, നോക്കിക്കോണേ. കൊള്ളാം, കമ്പാരിസൺ ഞാൻ നടത്തി തരാം. അതായത് 2 ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. ആ 2 ഫോട്ടോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരി എല്ലാം ഒന്ന് തന്നെ, ആൾക്കാർ ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ട്. അതുകൂടാതെ അതിനകത്ത് ക്യാമറ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അഹാന കുറച്ചും കൂടെ ക്യാമറ ക്വാളിറ്റി കൂട്ടി ലൈറ്റിംഗ് സെറ്റപ്പുകളും സംഭവങ്ങളും എല്ലാം കൂട്ടിയിട്ടുണ്ട്. കൂടാതെ ആ ഒരു സാരിക്ക് പേര് വിട്ട് കൊടുത്തിട്ടുണ്ട് രുക്മിണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ടത് മറ്റേ അതേ സൈഡിൽ തന്നെ മിഥില ചേച്ചിയുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ടൊരു ക്യാമറ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതായത് അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഒരു ഐഫോണിൽ എടുത്തിട്ടുള്ളതാണെങ്കിൽ അഹാന കൃഷ്ണ സെലിബ്രിറ്റി ഫാമിലി ആയതുകൊണ്ട് തന്നെ
തന്നെ കൂടിയ ക്യാമറയിൽ തന്നെയായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് യഥാർത്ഥത്തിൽ പരസ്യമൊക്കെ എടുക്കുന്ന രീതിയിൽ ലൈറ്റിങ്ങും കൂടുതൽ തന്നെ ഉണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും ക്വാളിറ്റി തമ്മിൽ നല്ല വ്യത്യാസം തന്നെ ഉണ്ട്. ഈ ഒരു അഹാന കൃഷ്ണ ഇഷ്ടംപോലെ ലൈറ്റ് സെറ്റപ്പുകളും സംഭവങ്ങളും ഒക്കെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതിന് ആ കറണ്ട് ബില്ലും ആ ക്യാമറയുടെ വാടകയും എല്ലാം കൂടെ ഈ സാരിക്കകത്ത് വിലക്കകത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതേ സ്ഥാനത്ത് മിഥുല ചേച്ചി ഇപ്പം ഇനി ഐഫോണിലോ മറ്റോ എടുത്തോണ്ടാന്ന് തോന്നുന്നു. ചേച്ചിയുടെ കയ്യിൽ തന്നെ ഉള്ള ഒരു ഫോൺ ആയിരിക്കും ഐഫോൺ, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വില അത്ര കുറച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി ട്രോളുകളാണ് അഹാന കൃഷ്ണയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വഴി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും എവിടെങ്കിലുമൊക്കെ ആരെങ്കിലും മേരിൽ കയറിക്കൊള്ളാന്ന് KK ഫാമിലിയിലുള്ള ആളുകളെല്ലാം കൂടെ ശബ്ദം ചെയ്തേക്കുവാന്നോ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുവാണ്. കഴിഞ്ഞ ഇതേ സമയത്തായിരുന്നു ദിയ കൃഷ്ണയെ മറ്റും ഏറി കയറിയിട്ടുള്ളത്. അഹാന കൃഷ്ണ ഏറി കയറിയിട്ടുണ്ട്, ഹൻസിബ കൃഷ്ണ ഏറി കയറിയിട്ടുണ്ട്. ഇപ്പൊ താണ്ട് വീണ്ടും പുതിയ റൊട്ടേഷൻ വന്നപ്പോൾ അഹാന കൃഷ്ണ തന്നെയാണ് ഏറിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ സാരിക്കൊന്നും ഒരു വ്യത്യാസം ഇവിടെ വരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അവിടെ റേറ്റ് വ്യത്യാസം വരുന്നു? ഓക്കെ, നമ്മളാരും വിലക്കകത്തൊന്നും കയറി അഭിപ്രായം പറയുന്നില്ല. ഓരോരുത്തരുടെ ചോയ്സാണ്. അവരുടെ ഷോപ്പിൽ എന്ത് സാധനം കൊടുക്കുന്നു, അവരുടെ ഷോപ്പിൽ കൊടുക്കുന്ന സാധനത്തിന് എന്ത് വില ഇടണമെന്ന് അവരുടെ ചോയ്സാണ്. പക്ഷെ ഇത്രത്തോളം അതിനകത്ത് ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ എന്നാണ് എനിക്കറിയാൻ വയ്യാത്ത കാര്യം. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചില ആളുകൾ സെലിബ്രിറ്റികൾ വിൽക്കുന്ന കാണുമ്പോൾ, അതായത് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ ലാലേട്ടൻ ഇവിടെ വന്നൊരു പരസ്യം ചെയ്യുകയാണ്. അതേ സ്ഥാനത്ത് ഇപ്പുറത്ത് വന്ന് സാധാരണക്കാരൻ ഒരാൾ പരസ്യം ചെയ്യുകയാണ്. രണ്ടുപേരും എന്തെങ്കിലും സോപ്പിന്റെയോ അല്ലെങ്കിൽ ഷർട്ടിന്റെയോ വില പരസ്യമോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ച് നോക്കുക. ലാലേട്ടൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഷർട്ടിന്റെ വില ഏകദേശം ഞാൻ പറയും ഒരു 500 രൂപയാന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഓൺലി എക്സാമ്പിൾ ആണ്. 500 രൂപയാന്നിരിക്കട്ടെ. ഇപ്പുറത്ത് വന്നിരുന്ന ആളും പറയുന്നത് 500 രൂപയാണെന്ന്. അതേ സ്ഥാനത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലാലേട്ടൻ പരസ്യം ചെയ്തത് കൊണ്ട് ഒരിക്കലും ആ ഷർട്ടിന്റെ വില കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ പേസ്റ്റിന്റെ കാര്യമാണെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി. ലാലേട്ടൻ പരസ്യം ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും അതിന്റെ വില കൂട്ടി കൊടുക്കത്തില്ല. അതേ സ്ഥാനത്താണ് ഇവിടെ വന്ന അഹാന കൃഷ്ണ പരസ്യം ചെയ്തതെന്നുള്ള ഒരു ഒറ്റ കാരണത്തിന്റെ പേര് ഇത്രത്തോളം വില കൂട്ടി ഈ സാരിയും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ഈ ചെയ്തിട്ടുള്ളത്. ആളുകളെ പറ്റിക്കുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങളെ വിവിധ തരത്തിൽ ഏറി കയറിയിട്ടുണ്ട്. അതായത് ദിയ കൃഷ്ണയെ നമുക്ക് എക്സാമ്പിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ അമ്മായിയമ്മ ഏതാണ്ടൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് ദിയ കൃഷ്ണ ഏറിൽ പോയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് അഹാന കൃഷ്ണയെ നോക്കി കഴിഞ്ഞാൽ അമ്മുമ്മയെ തല്ലി എന്ന് പറഞ്ഞിട്ടുള്ളതും അതേ കൂട്ട് തന്നെ അമ്മുമ്മയെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാരണത്തിൽ വിത്ത് വോയിസ് എവിഡൻസ് സഹിതം വന്നിട്ടുണ്ട്. ആ കാരണത്തിന്റെ പേര് ഏറി പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. സിന്ധു കൃഷ്ണയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അമ്മുമ്മയെ ചീത്ത വിളിച്ചു, അമ്മുമ്മയെ വീട്ടിൽ കേട്ടുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ സിന്ധു കൃഷ്ണയെ ഏറി പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും യാതൊരു വിധത്തിൽ നമുക്ക് കുഴപ്പമില്ല. അവരുടെ ഫാമിലി മാറ്റേഴ്സ് ആണ്. അവർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷേ ഇതേ സംഭവം സോഷ്യൽ മീഡിയയിലോട്ട് ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലും അതേകൂട്ടി തന്നെ പറ്റിക്കുന്ന രീതിയിലും അല്ലേ ഇവർ കൊടുത്തിട്ടുള്ളത്. അല്ല, എനിക്കറിയാൻ വയ്യാത്തതിന് ചോദിച്ചെന്നേ ഉള്ളൂ. നിരവധി വിമർശനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറിൽ നിന്ന് ഇനിയിപ്പോൾ ചേച്ചി എന്നിറങ്ങുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇനിയിപ്പോൾ ഉടനെ തന്നെ കാണും അഹാന കൃഷ്ണൻ കൊണ്ട് താഴെ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ ദിയ കൃഷ്ണ എയറിലോട്ട് പോകുന്നത്. മാറി തിരിഞ്ഞ് ഓരോ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ ആൾക്കാരും മേരിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടിട്ടേ പോകാവൂ കേട്ടോ. ഓരോരുത്തരും കമന്റ് ഇട്ടിട്ടേ പോകാവൂ. എല്ലാവരും ഇതൊന്നും വിശ്വസിക്കുമെന്ന് ഒരിക്കലും അഹാന കൃഷ്ണ ഇപ്പം വിചാരിക്കരുത്. മേടിക്കുന്നവരും കാണും, ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. സ്റ്റാൻഡേർഡ് നോക്കി സെലിബ്രിറ്റികൾ വിൽക്കുമ്പോൾ അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് സെലിബ്രിറ്റികളുടെ കയ്യിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. അതേ സ്ഥാനത്ത് 1 രൂപയെങ്കിലും കുറഞ്ഞ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വാങ്ങാൻ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലവരുടെ വിചാരം ഇത് ക്വാളിറ്റി കുറവാണ്, വില കുറച്ചെന്നും പറഞ്ഞ് ഇവിടെ ക്വാളിറ്റി കുറവാണ്, അവിടെ ക്വാളിറ്റി കൂടുതലായതുകൊണ്ടായിരിക്കും ഇത്ര വില കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് കണ്ണടച്ച് വിശ്വസിച്ച് പോയി സാധനം വാങ്ങുന്നവരുണ്ട്. അവർക്കൊക്കെയാണ് 8ന്റെ പണി കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി നിങ്ങൾക്ക് സാധനം മേടിക്കാനുള്ള സ്വാതന്ത്ര്യം കരുതുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് പോയി സാധനം മേടിച്ചു എന്ന് കരുതി ഇത്രയൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും സാധനം വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അഹാന കൃഷ്ണയെ തുടങ്ങിയിട്ട്. അതായത് ഗ്ലൂട്ടാത്തയോണോ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധനത്തിലുള്ള ഒരു മരുന്നുകളും മറ്റ് യൂസ് ചെയ്യാതെ നാച്ചുറൽ സൗന്ദര്യം കൊണ്ടാണ് ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞ് ഇഷാനി കൃഷ്ണയോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പുള്ളിക്കാരി വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുത്ത് പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ അഹാന കൃഷ്ണ ഗ്ലൂട്ടാത്തയോണിന്റെ പ്രൊമോഷൻ ചെയ്യുന്നത്. അവിടെ കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് വീടാമോ? ഒരു ട്രസ്റ്റഡ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ ഫോളോവേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെയാണ് നമ്മൾ കാണേണ്ടത്. അതേ സ്ഥാനത്ത് വന്നു കിടന്ന് നിങ്ങൾക്ക് എന്തോ ആയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് മണി കാശ് മാത്രം മതി എന്നൊരു മൈൻഡ് ഇരിക്കുന്നതിനോട് യാതൊരുവിധ യോജിപ്പില്ല. നമ്മളത് പ്രൊമോട്ട് ചെയ്യത്തുമില്ല. ഇച്ചിരി സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ ഫോളോവേഴ്സിന് കൊടുക്കണ്ടേ? അവർ അത്രയും വിശ്വസിച്ച് നമ്മളോടുള്ളൊരു വിശ്വാസമാണ്. നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ടുപോകേണ്ടത്, മുൻപിലോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ചുമതലയാണ്. ദിയ കൃഷ്ണയുടെ ആ ഒരു ഒറ്റ വിവാദം വന്നതിന് ശേഷം 2-3 ലക്ഷം ഫോളോവേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇറങ്ങിപ്പോയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പോട്ടെ, പേളിമാണിയുടെ ഒരു വിഷയം വന്നപ്പോൾ എത്ര ലക്ഷം ഫോളോവേഴ്സാണ് പേളിമാണിയുടെ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇതെല്ലാം മൈൻഡിൽ ഇരിക്കണം. അവരുടെ വിശ്വാസം കളഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം അൺഫോളോ അടിച്ച് കളയും. പിന്നെ എനിക്ക് ഫോളോവേഴ്സ് പോകുന്നതൊക്കെ പുല്ലാന്നേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നതാണ്. എല്ലാവരും വ്യൂ നോക്കി റീച്ച് നോക്കി തന്നെയാണ് വീഡിയോ ഇടുന്നത്. കുറച്ച് വ്യൂ കുറഞ്ഞ
പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ചങ്കിടിക്കും. പിന്നെ എനിക്ക് ഫോളോവേഴ്സ് പോയാലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഹാന കൃഷ്ണയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, വീട്ടിൽ ഇഷ്ടംപോലെ കാശുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രം ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ സ്വത്തുണ്ട്, അതുകൊണ്ട് അവർക്കും വലിയ കുഴപ്പമൊന്നും വരാനില്ലായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയക്കണം. ഈ സംഭവങ്ങൾ കുറേ ആൾക്കാർ 2 ദിവസം കൊണ്ട് എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്താണെന്ന് വിശദമായിട്ടൊന്ന് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്തൊക്കെ. അപ്പോൾ നല്ല ടോപ്പിക്കായിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലോട്ട് പെട്ട കുറച്ച് റൈറ്റിലോട്ട് പെട്ട ഞാൻ സ്ട്രേറ്റ് പോകാൻ പഠിച്ചത് നല്ല ടോപ്പിക്കായിട്ടാണെന്ന് എല്ലാവർക്കും ബൈ.